സത്യം പറഞ്ഞാൽ ഇത്രയും ഒരു ഇതിൽ ഈ ഒരു കടബാധ്യതയിൽ കൊണ്ട് എത്തിച്ചത് അവരാണ്. ഞങ്ങളുടെ പൈസ ഇല്ലാഞ്ഞിട്ട് പോലും ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്താണ് ഞങ്ങൾ ഒന്നി അവിടുന്ന് ഇവിടുന്നൊക്കെ തിരിച്ചു മറിച്ചാണ് ഞങ്ങൾ അവരെ കൊണ്ട് കൊടുക്കുന്നത്. 1500 രൂപയാണ് ഒരു കൂപ്പണ്. 1-2 പേര് കൂടിക്കൊണ്ട് ആ കൂപ്പൺ എടുത്ത് ഞങ്ങളെ സഹായിക്കണം. പക്ഷെ ഇനിയും പിടിച്ചിട്ട് അങ്ങോട്ട് നിൽക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ പിന്നെ ഇങ്ങനെ ഒരു ഇത് എടുത്തത്. നമസ്തേ, ഞാൻ കുളനാട് ഗ്രാമപഞ്ചായത്തിലെ 4-ാം വാർഡിലെ വാർഡ് മെമ്പറാണ്. എൻ്റെ പേര് വിനോദ് കുമാർ. എനിക്ക് ചേട്ടനുമായിട്ട് വർഷങ്ങളായി നല്ല പരിചയമുണ്ട്. ചേട്ടനാണെങ്കിൽ എൻ്റെ വാർഡിലൊരു സ്ഥിരതാമസക്കാരനാണ്. ചേട്ടൻ്റെ ഒരു സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണമാണ് ചേട്ടൻ ഇങ്ങനെ ചേട്ടൻ്റെ വീട് വെച്ചിട്ട് ഒരു ലക്കി കൂപ്പണുമായി നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. ഇതിനും പുള്ളിയുടെ ആ സാമ്പത്തിക ബുദ്ധിമുട്ട് പരിഹരിക്കുന്നതിന് വേണ്ടി നമ്മളെല്ലാവരും ഈ സംരംഭത്തിൽ പങ്കാളിയാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് അറിയാം, ഈ 1500 രൂപ ഉള്ളൊരു കൂപ്പണ്. 1500 രൂപ നമുക്ക് മുടക്കാൻ നമുക്ക് വെറും 1500 രൂപയെ നമുക്ക് ചിലവാകുന്നുള്ളൂ. പക്ഷേ അത് ചേട്ടന് നല്ലൊരു വലിയ ഒരു ഗുണം ചെയ്യും. അതിനാൽ എല്ലാവരും ഈ സംരംഭത്തിൽ പങ്കാളിയാകണമെന്ന് ഞാൻ താല്പര്യപ്പെടുന്നു. നമസ്കാരം. ഇത് എൻ്റെ വീടാണ്. ഞാൻ താമസിക്കുന്ന വീടാണ്. വർഷങ്ങൾ കൊണ്ട് ഞങ്ങളെല്ലാവരും കുടുംബമായിട്ട് താമസിക്കുന്ന വീടാണ്. ഒരു സാമ്പത്തിക ബുദ്ധിമുട്ട് കുറച്ച് നാളുകൾ കൊണ്ട് നമുക്കൊരു സാമ്പത്തിക ബിസിനസ്സായിരുന്നു. ആ ബിസിനസ്സിൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ട് ഞാനിത് ഒരു ഭാഗ്യശാലിക്ക് കൊടുക്കാമെന്നുള്ള ഇതിലാണ് പോകുന്നത്. ഞങ്ങൾ വിൽക്കാൻ നോക്കിയിട്ടത് പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഈ നറുക്കെടുപ്പിലൂടെ ഞങ്ങളിത് നടത്തുന്നത്. അപ്പം നിങ്ങളെല്ലാവരും സഹകരിക്കുക. ഞങ്ങൾക്കിനി അതേ ഒരു നിവൃത്തിയേ ഉള്ളൂ. എന്നുവെച്ചാൽ ബിസിനസ് ആകെ ഡൗൺ ആയി. നമ്മൾ ഒരിക്കലും ഒരു ബിസിനസ് തുടങ്ങുന്ന ഒരിക്കലും നഷ്ടം വരണമെന്ന് ചൊല്ലിയല്ലല്ലോ. പെട്ടെന്നാണ് നഷ്ടം പറ്റിയത്. പക്ഷേ എല്ലാവരും നറുക്കെടുപ്പ് ഞങ്ങൾക്കൊരു കൂപ്പൺ എടുത്ത് എല്ലാവരും സഹകരിക്കുക. നമുക്കിനി അതേ നിവർത്തിയുള്ളൂ, അല്ലാതെ ഇനി ഒരിതും ഇല്ല. 1500 രൂപയാണ് ഒരു കൂപ്പണ്. 1-2 പേര് കൂടിക്കൊണ്ട് ആ കൂപ്പൺ എടുത്ത് ഞങ്ങളെ സഹായിക്കണം. വേറെ നിവർത്തിയില്ലാത്തതുകൊണ്ടാണ് നമ്മളിങ്ങനൊരു പരിപാടി ചെയ്യുന്നത്. അതുകൊണ്ട് എല്ലാവരും സഹായിക്കുക. ബാങ്കിൽ ഇതനുസരിച്ച് ജപ്തിയുടെ പേപ്പർ വരെ വന്നിട്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഞാനും എൻ്റെ ഏട്ടനും എൻ്റെ അമ്മയും എൻ്റെ കുഞ്ഞും ഞങ്ങൾ ഇനി എവിടോട്ട് പോകാനാണെന്ന് ഞങ്ങൾക്ക് തന്നെ അറിയത്തില്ല. ബാങ്കുകാരോട് പറഞ്ഞാൽ അവരത് കേൾക്കത്തില്ല. പിന്നെ എന്തെങ്കിലും ഒരു ആവശ്യമുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ഒരു കാര്യം വരുമ്പം വീട്ടുകാരും നാട്ടുകാരും ഒന്നും കാണത്തില്ല. പിന്നെ സഹായിക്കുന്നവരുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. സഹായിക്കുന്ന വീട്ടുകാരും ഉണ്ട്, നാട്ടുകാരും ഉണ്ട്. പക്ഷേ എല്ലാവരും ഇങ്ങനെയൊക്കെ ഒരു അവസ്ഥ വരുമ്പോൾ നമ്മുടെ കൂടെ കാണത്തില്ല. അപ്പം അതുകൊണ്ട് ഞങ്ങളിപ്പോൾ 1 വർഷത്തോളം ഞങ്ങളിപ്പോൾ അനുഭവിച്ചു. 1 വർഷത്തിൽ കൂടുതലായി. ഞങ്ങൾ ആരെയും ഒന്നും അറിയിക്കാൻ പോയിട്ടില്ല ഇതുവരെ. 1 വർഷത്തിൽ കൂടുതലായി. പക്ഷേ ഇപ്പോൾ വന്നിട്ട് സഹിக்க വയ്യാതാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു ഇത് ഞങ്ങൾ ചെയ്യുന്നത്. വിൽക്കാൻ നോക്കിയിട്ട് പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇനി നറുക്കെടുപ്പ് ഇനിയിപ്പം ഇതിലൂടെ ഞങ്ങൾക്ക് പറ്റത്തുള്ളൂ. അപ്പോൾ ഒരു കൂപ്പണം എന്നല്ല, അതിൽ കൂടുതലും കൂപ്പൺ എടുക്കാം. നിങ്ങൾക്ക് മനസാക്ഷി ഒരു ഇതുണ്ടെങ്കിൽ എത്രയോ പേര് ലോട്ടറിയൊക്കെ എടുത്ത് പൈസ കളയുന്നു. അപ്പം പിന്നെ എല്ലാവർക്കും മനസ്സലിഞ്ഞ് ഇഷ്ടമുള്ളവർ 1-2-3 കൂപ്പൺ ആയാലും എടുക്കാം. പിന്നെ ദൈവം തമ്പുരാൻ ആർക്കാണ് വിധിച്ചേക്കുന്നതെന്ന് ഈശ്വരനെ അറിയത്തുള്ളൂ. നമുക്ക് കള്ളവും വഞ്ചനയും ഒന്നുമില്ല. ആർക്ക് വേണേലും നിങ്ങൾക്ക് വന്ന് തിരക്കാം, കാണാം, സംസാരിക്കുക, എല്ലാം ചെയ്യാം. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ. ഞങ്ങൾ ഒരിക്കലും ആരെയും വഞ്ചിക്കാനല്ല. 1500 രൂപയാണ് ഒരു കൂപ്പണ്. ഈ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാം. അത് കിട്ടിയില്ലെങ്കിലും നിങ്ങൾക്ക് അതിനകത്ത് മെസ്സേജ് അയക്കാം. എന്താവശ്യം ഉണ്ടെങ്കിലും അതിനകത്ത് വിളിക്കുക. ആ നമ്പറിൽ തന്നെ, ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിച്ചാൽ എന്നെ കിട്ടും. വാട്സാപ്പ് ഉണ്ട്. അതിനകത്ത് നിങ്ങൾക്ക് എന്ത് മെസ്സേജ് അയക്കുകയോ വിളിക്കുകയോ ചെയ്യാം. എല്ലാവരും സഹായിക്കുക. എല്ലാവരുടെയും സഹകരണം വേണം. സഹായിക്കണം. നിങ്ങൾ മാക്സിമം എടുക്കാൻ പറ്റുന്നവർ, ഞാൻ പറഞ്ഞല്ലോ, ഒരു കൂപ്പൺ അല്ല, പറ്റുന്നവർ അവരെയും കൊണ്ട് പറ്റുന്നവർ എത്രയാണെന്ന് വെച്ചാൽ അത്രയും കൂപ്പൺ നിങ്ങൾ എടുത്ത് സഹായിക്കുക. പിന്നെ നമുക്ക് ബാങ്ക് പരമായിട്ട് മാത്രമല്ല, കുറേ ഫൈനാൻസ് പരമായിട്ടുള്ളവർ ഞങ്ങളെ വഞ്ചിച്ചിട്ടുണ്ട്. ഫൈനാൻസുകാർ അവരാണെങ്കിലും ആദ്യത്തെ ചിട്ടി തരാമെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങളുടെ ഈ പൈസ ചിലപ്പം കരുതി വെച്ചുകൊണ്ടായിരിക്കത്തില്ല. 1 ലക്ഷം വേണം, 2 ലക്ഷം വേണമെന്ന് പറയുമ്പോൾ നമ്മളത് നമ്മുടെ കയ്യിലില്ലെങ്കിൽ നമ്മൾ ഒന്നീ പലിശയ്ക്ക് എടുത്തോ, നമ്മളല്ലെങ്കിൽ വേറെ എവിടുന്നോ അഡ്ജസ്റ്റ് ചെയ്തായിരിക്കും നമ്മൾ കൊടുക്കുന്നത്. അവർ 1ാമത്തെ ചിട്ടി തരാം, 2ാമത്തെ ചിട്ടി തരാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ തന്നെ അതിൽ എത്ര തവണ നടത്തിച്ചിട്ടുണ്ടെന്നറിയോ. ഇവർക്ക് പറ്റത്തില്ലെങ്കിൽ, ഇതിൽ തരാൻ പറ്റത്തില്ലെങ്കിൽ അവർ ഏക്കരുത്. 1ാമത്തെ കാര്യം, അവർക്ക് പറ്റത്തില്ലെങ്കിൽ നിങ്ങൾ വേണ്ട, നിങ്ങൾ തരണ്ട. പക്ഷെ ഞങ്ങൾ എന്തിനു പിന്നെ പറഞ്ഞ് കളിപ്പിക്കുന്ന എന്തിനാണ്? ഞങ്ങളുടെ പൈസ ഇല്ലാഞ്ഞിട്ട് പോലും ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്താണ് ഞങ്ങൾ ഒന്നി അവിടുന്ന് ഇവിടുന്നൊക്കെ തിരിച്ചു മറിച്ചാണ് ഞങ്ങൾ അവരെ കൊണ്ട് കൊടുക്കുന്നത്.
അവിടെ ചെല്ലുമ്പം പിന്നെ അവർ പറയുക ലാസ്റ്റ് തരാം, പിന്നെ തരാം. പിന്നെ അതുവരെ ഞങ്ങൾ വെയിറ്റ് ഇരുന്ന് കഴിഞ്ഞിട്ട് പിന്നെ പറയുക തരാൻ പറ്റത്തില്ല, അങ്ങനാണ് ഇങ്ങനാണ്. അങ്ങനെ ഒരുപാട് നമ്മുടെ പൈസ ഇല്ലാഞ്ഞിട്ട് പോലും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്താണ് കൊടുത്തത്. അന്നേരം ഈ 10 പൈസ ഒന്ന് തരാനും കൊണ്ട് ആരും കാണത്തില്ല. എനിക്കും എൻ്റെ ഭർത്താവിനും പറയാം ഞങ്ങൾ എങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തതെന്ന്. ഒരു കണ്ടെയ്നർ എന്ന് പറയുമ്പോൾ തന്നെ 1 ലക്ഷം 2 ലക്ഷം രൂപയ്ക്കൊന്നും കണ്ടെയ്നർ ഇറക്കാൻ പറ്റത്തില്ല. 20-25 ലക്ഷം രൂപയായിരുന്നു കണ്ടെയ്നർ ഇറക്കുന്നത്. അത് തന്നെ ഞങ്ങൾ പല രീതിയിലും അഡ്ജസ്റ്റ് ചെയ്താണ് ഞങ്ങളത് ഇറക്കി ജീവിച്ചു പോയിക്കൊണ്ടിരുന്നത്. പെട്ടെന്ന് ബിസിനസ് ഒരു ഡൗൺ ആയി. അപ്പോൾ അത് നമുക്ക് ഞെരടിച്ചാവാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞങ്ങൾ എങ്ങനെയൊക്കെ 1.5 വർഷം ഞങ്ങൾക്ക് തന്നെ അത് അറിയത്തില്ല. നമ്മൾ ആരോടും നമ്മൾ ഒരു പരാതിയും ഒന്നും പറയാൻ പോയില്ല. പക്ഷെ ഇനിയും പിടിച്ചിട്ട് അങ്ങോട്ട് നിൽക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ പിന്നെ ഇങ്ങനെ ഒരു ഇത് എടുത്തത്. ഇങ്ങനത്തെ ഒരു അവസ്ഥ വരുമ്പോഴേ അതെല്ലാവർക്കും അറിയാം, മനസ്സിലാവും. എന്നിട്ട് ചിലർ പറയുന്നുണ്ട് അവർ പുറമേ ചിരിച്ച് ശരിയായിരിക്കും, ദൈവം സഹായിച്ച് ഒരു ഇതിൽ നമ്മൾ ചിരിച്ച് കളിച്ച് ഒരു കുഴപ്പമില്ല, ഈ ഒരു കുഴപ്പമേ ഉള്ളൂ, അല്ലാതെ ജീവിതത്തിൽ ഒരു കുഴപ്പമില്ല. പെട്ടെന്ന് ഇത്രയും വർഷമായി ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇനിയിപ്പം 18 വർഷം കഴിഞ്ഞു. ഇത്രയും വർഷമായിട്ട് ആദ്യമായിട്ട് ജീവിതത്തിൽ ഉണ്ടാവുന്ന ഒരു സംഭവമാണ്. നമ്മളിത് ഉണ്ടാവുമെന്നും പറഞ്ഞുകൊണ്ടാണോ മുമ്പോട്ട് പോകുന്നതും ജീവിക്കുന്നതും അല്ല. പെട്ടെന്ന് ഇതുണ്ടായപ്പം ഞെരടിച്ചാവാൻ പറ്റത്തില്ല. ഞങ്ങളുടെ കുഞ്ഞ് +2 ആയി. പിന്നെ എനിക്കൊരു അമ്മയുണ്ട് ഇവിടെ, ഏട്ടൻ്റെ അമ്മയാണ്. ഇത്രയും വർഷം ഞങ്ങൾ നല്ലതായിട്ട് തന്നെ ഇപ്പോഴും നല്ലതായിട്ട് തന്നെ ദൈവത്തിൻ്റെ ഇതുകൊണ്ട്. പക്ഷേ ഇങ്ങനെ പറ്റത്തില്ല, ഞങ്ങൾക്ക് കടമെല്ലാം കൂടെ വന്ന് നമുക്കിനി ഉള്ള ഈ വീടും സ്ഥലമേ ഉള്ളൂ അത് കൊടുക്കാൻ. അതുകൊണ്ട് അത് നോക്കിയിട്ട് പറ്റുന്നില്ല, ഇനി ഇങ്ങനെ ഒരു നിവർത്തിയേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും കൂപ്പൺ എടുക്കുക, അല്ലാതെ കൂടുതലൊന്നും നിങ്ങൾ ഈ കൂപ്പൺ എടുത്തൊന്ന് സഹകരിച്ചാൽ മതി. പിന്നെ ദൈവം ആർക്കാണോ വിധിച്ചേക്കുന്നത് ആ ആൾക്ക് ഈ വീടും സ്ഥലവും ഞങ്ങൾ ഉറപ്പായും കൊടുക്കും. പിന്നെ മറ്റ് അനവധി പ്രോത്സാഹന സമ്മാനവും പറയുന്നുണ്ട്, അത് നിങ്ങൾക്ക് തീർച്ചയായും തരും. അല്ലാതെ ഇതിനകത്തൊരു കള്ളവോ വഞ്ചനയോ ഒന്നുമില്ല. എനിക്ക് അത്ര മാത്രമേ പറയാനുള്ളൂ. ദയവായി നിങ്ങൾ സഹകരിക്കുക, അത് മാത്രമേ ഉള്ളൂ. സഹായിക്കുക, കൂപ്പൺ എടുക്കുക. അല്ലാതെ നിങ്ങൾ ദയവ് ചെയ്ത് ഞങ്ങളിത് കള്ളവാന്ന് നിങ്ങൾ ഒരിക്കലും പറയരുത്. ഇത് ജീവിതത്തിൽ സത്യം പറഞ്ഞ ഞാൻ ആരാധിക്കുന്ന സത്യം, എൻ്റെ ഗുരുവായൂരപ്പനെ സാക്ഷി നിർത്തി പറയാം, ഒരിക്കലും ഇത് ഒരു കള്ളോ വഞ്ചനയോ ഒന്നുമല്ല, ഇതുള്ള കാര്യം തന്നെയാണ്. നിങ്ങൾ ദയവ് ചെയ്ത് എല്ലാവരും കൂപ്പൺ എടുക്കുക, സഹായിക്കുക, അത്ര മാത്രമേ പറയുന്നുള്ളൂ. ഒരാൾക്ക് പറ്റിയില്ലെങ്കിൽ 1-2 പേര് കൂടി 1500 രൂപ മുടക്കി നമ്മളെ സഹായിക്കുക.